കാഹളം കാതുകളിൽ കേട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടറായി യേശുദാനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശുദാനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി സമാധാനമില്ല ഭൂവിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലവലേശം സാധ്യമല്ല ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലവലേശം സാധ്യമല്ല ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലവലേശം സാധ്യമല്ല. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദിയപ്പാ, നന്ദി 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 കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടട്ടെ, ക്ഷീണങ്ങളെ ഭാരങ്ങളൊക്കെ മാറട്ടെ, എല്ലാ സൗഖ്യവും ആശ്വാസവും ഞങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ചെയ്തെടുപ്പാൻ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തിക്കാട്ടപ്പാ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങയെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. ഇന്ന് വരെ ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ച് നടത്തിയതാണ്. അതോർത്ത് കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും അപ്പം എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുമുണ്ട്. ഞങ്ങളവരെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയൻ്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു കർത്താവേ. ഓരോ കുടുംബജീവിതത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്നെയാണ് പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. അവിടുത്തെ ദാനമാണ് കർത്താവേ. ഞങ്ങളതോർത്ത് നന്ദി പറയുന്നു അപ്പാ. അവിടുന്ന് സഹായിച്ച് സൂക്ഷിച്ച് ഞങ്ങളെ നടത്തുവാൻ ശക്തനാകയാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ എല്ലാം കുടുംബത്തെ ദൈവകരങ്ങളിൽ തരട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളുകളൊക്കെയും തുറന്നപ്പാ. സ്തോത്രം കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരംഭം മുതൽ നന്നായി പോകുവാനും വരുവാനും നല്ലതായി പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും സ്വർഗം ഇടയാക്കുമാറാകണം. കുഞ്ഞുങ്ങളെ സകലവിധ പ്രയാസ പ്രതികൂലത്തിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നും അവരെ വിടുവിക്കുമാറാകണം. ശത്രു കാണാതെ എൻ്റെ അപ്പച്ചൻ്റെ പൊന്നുകരം ചേർത്ത് പിടിച്ച് കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് സ്വർഗം തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കർത്താവ് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ കർത്താവ് OITയും IELTSും പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അപ്പൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന നാഥ, കരുണ തോന്നണം, മനസ്സലിയണം, അത്ഭുതം ചെയ്യണം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്നവിടുത്തെ വചനമായി യഹോവ ഭക്തിയോടുകൂടെ ചേർന്ന് എന്നെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുവാൻ തക്കണം ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ്റെ ബലമുടെ കാര്യത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സൂക്ഷിച്ചുകൊള്ളണേ. സമാധാനത്തിനും സൗഖ്യത്തിനും ദൈവകൃപയിലും അവരെ പരിപാലിക്കണം. ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിക്കണം. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. തമ്പുരാനെ അവരെ അനുഗ്രഹിക്കണം. സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിക്കണം. കർത്താവ് അവരെ സഹായിച്ചാട്ടെ. എൻ്റെ ദൈവമായ കർത്താവ് ഈ സമയം ഹാലയിൽ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. ബാലപിടുകെന്നെല്ലാം എല്ലാവരെയും വിടുവിച്ച് സഹായിച്ച് വളർത്തി തരണേയെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണേ അപ്പ. എൻ്റെ കർത്താവെ, നീ അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്, വഴിവാതിൽ തുറക്കുന്ന ദൈവമാണ്. സ്വർഗം ഓരോ മക്കളെയും അറിഞ്ഞ് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹപ്രായം കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. വിവാഹത്തിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കട്ടെ.
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നിനും കുറവ് കൂടാതെ അവരുടെ വിവാഹമൊക്കെ ഭംഗിയായി നടക്കുവാൻ സ്വർഗ്ഗം അവർക്ക് വേണ്ടി കരുതിക്കൊള്ളുമാറാകണം. ദൈവമേത് വിവാഹത്തിന് തക്ക തുണയെ ഒരുക്കി തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാനും സ്വർഗം സഹായിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് തലമുറ നൽകി അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. മാസം തികയോളം കൂടെ സുഖപ്രസവം നൽകി ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുണമില്ലാത്ത പൈതങ്ങളെ കണ്ട് സഹായിക്കാൻ കർത്താവെ സന്തോഷിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. അവരുടെ ഭവനത്തിൻ്റെ പണികളെ പൂർത്തീകരിക്കണം. അതിൽ പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണം. തടസ്സം മുടക്കാൻ കർത്താവ് മാറ്റണം. ഭവനമില്ലാത്ത മക്കളെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥാ, തലചായ്ക്കുവാൻ ഭവനമൊരുക്കി അവരെ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കണം. തൻ്റെ മക്കൾക്ക് വേണ്ടി നിൻ്റെ ദൂതനെ ഇറക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന നാഥാ, സ്തോത്രം സ്തോത്രം കർത്താവ്. ദൈവമായ കർത്താവ്, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മനസാന്തരം നൽകുവാൻ സർവശക്തൻ അവിടുന്ന് സ്വർഗം സഹായിക്കണം. ദൈവമായ കർത്താവെ, ചില നീറുന്ന വേദനകൾക്കുള്ളിൽ ഹല്ലിൽ കഴിയുന്ന ജീവിതങ്ങളുണ്ട്. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളുള്ളവരുണ്ട്. എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനാഥരും വിധവകളുമുണ്ട്. കർത്താവെ, നീ അല്ലാതെ മറ്റാരുമില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അവരുടെ എല്ലാ ബന്ധപ്പാടുകൾ പറഞ്ഞ് സഹായിക്കണമേ. കണ്ണുനീരിന് മറികടക്കരുതേ. പ്രാർത്ഥന ശബ്ദം കൈക്കൊള്ളണമേ. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ താങ്ങിക്കൊള്ളണമേ. മാതാപിതാക്കളെ സംരക്ഷിക്കണമേ. അപ്പ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ യുവതീവാക്കന്മാരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ശത്രു ആരെയും കാണരുത്. ദുഷ്ടപിശാച് തുടരുത്. സ്വർഗീയ സന്തോഷം, സമാധാനവും സൗഖ്യവും ദൈവകൃപയും കൊണ്ട് ഓരോ മക്കളെയും നിറച്ച മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. കഷ്ടനഷ്ടം കൂടാതെ, യാതൊരു പ്രയാസവും കൂടാതെ എല്ലാ മക്കൾക്കും ജീവിപ്പാൻ തക്കണം വേണ്ടുന്നത് കർത്താവ് കൊടുത്ത് പോറ്റി പുലർത്തണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. സ്വർഗമേ, ദിനംതോറും വേണ്ടുന്നത് കൊടുത്ത് നന്മയ്ക്കായി സ്വർഗം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും കർത്താവ് കൂടെയിരിക്കണേ. ആപത്താനത്ത് വിട്ടുവിക്കണമേ. ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ ഉള്ളംകരത്തിൽ വഹിക്കണമേ. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പൊന്നപ്പച്ചൻ വഹിച്ചു കൊള്ളണമേ. വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ സ്വർഗം കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ആരെയും കാണരുതേ. അപ്പോൾ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ ഓരോ മക്കളെയും സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ബലമുള്ള കാര്യങ്ങളിൽ സമർപ്പിക്കുക. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നവരാരും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ ഞങ്ങളെ വിടുവിച്ചെന്ന് പറയുവാൻ തക്കണം സ്വർഗം പിന്നെയും സഹായിക്കുമാറാകണം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും സമർപ്പിക്കുക. മാതാപിതാക്കളില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ ഇവിടങ്ങളിൽ പാർക്കുന്നവരെയൊക്കെ നീ അറിയുന്നല്ലപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതാവായി നല്ല പിതാവായി അപ്പച്ചൻ കൂടെയിരുന്ന് ഓരോ മക്കളെയും സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയപ്പാ സ്തോത്രമപ്പ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ശരീരത്തിൽ നീർക്കെട്ടും വേദനയാൽ ഭാരപ്പെടുന്നവർ, തലയ്ക്കകത്ത് വേദനയുള്ളവർ, മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്നവർ, കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കർത്താവേ, അയ്യോ ഹാലലി, എല്ലാ രോഗവിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയപ്പാ. ദൈവമായ കർത്താവെ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, കർത്താവേ, തലമുടി കൊഴിയുന്ന ജീവിതങ്ങൾ, അങ്ങനെ പലവിധ പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങ് ഞങ്ങൾക്ക് മരുന്നും വൈദ്യനുമാകിയാൽ സ്തോത്രം. സകലത്തിനും മതിയാവൻ അവിടുന്ന്. ഞങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരകൻ അവിടുന്ന്. അവിടുത്തെ പാദപീഠത്തിൽ ഏൽപ്പിക്കുക. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വിടുവിച്ച ദൈവം, സഹായിച്ച ദൈവം, സൂക്ഷിച്ച ദൈവം, പിന്നെയും സർവശക്തൻ അവിടുന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ മനസ്സലിവുള്ള ദൈവമാകിയാൽ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എൻ്റെ അപ്പൻ്റെ പാദപീഠം ചാർന്നിരുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. ഹല്ലേലൂയ. സ്വർഗമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടി അയക്കണമേ. ഞങ്ങളുടെ എല്ലാ രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമേ. സമാധാനവും സൗഖ്യം തരണമേ. മാറ്റമില്ലാത്ത സാക്ഷ്യം പറയാൻ സഹായിക്കുമാറാകണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന അത്ഭുതവാനേ, വീരനാ ദൈവമേ, നിത്യപിതാവേ, സമാധാനത്തിൻ്റെ ദൈവമേ, ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, സന്തോഷത്തിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ചവരെ പ്രാർത്ഥനയ്ക്ക് തന്ന മറുപടിക്കായി നന്ദി. എല്ലാ മഹത്വവും അപ്പച്ചനിരിക്കട്ടെ, എല്ലാ പുകഴ്ചയും അപ്പച്ചനിരിക്കട്ടെ. സ്തോത്രം 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 നാഥ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ.
ഈ സമയത്ത് ഹാലേലൂയ ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെയെല്ലാം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലേലൂയ ഞങ്ങളുടെ കൊച്ചു കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ഗൾഫ് നാടുകൾക്കായി പ്രാർത്ഥിക്കുന്നു, അമേരിക്കൻ ഐക്യനാട്, ഏഷ്യ ഭൂഖണ്ഡം, മാനവജനത പാർക്കുന്ന സകലയിടവും കർത്താവ് അനുഗ്രഹിച്ച് സൂക്ഷിക്കണം. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയും ജലപ്രളയത്തിൽ നിന്നും അടിയങ്ങളെ വെടിവെക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ലവനായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനയ്ക്കും സ്വർഗമിറക്കി മറുപടിക്കായി നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണമേ. ഞങ്ങളുടെ പട്ടക്കാർ, മേൽപ്പട്ടക്കാർ ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു, വിശേഷ വേലകളെ, വേലക്കാരെ ഓർക്കുന്നു, വേല സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം കർത്താവ് അനുഗ്രഹിച്ച് സഹായിച്ച് സൂക്ഷിച്ച് അവിടുത്തെ കൃപയിൽ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.